അവരെ ഞങ്ങൾ തുരത്തി ഒരു കുഴിയിലാക്കി. ഭയന്നു വിറച്ച അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു. തലേ ദിവസം ശേഖരിച്ച പെട്രോളും ഡീസലും അവരുടെ മേലൊഴിച്ചു. പിന്നെ ടയറുകൾ കത്തിച്ച് അവർക്ക് മേലിട്ടു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശഹത്യയായ ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിം സഹോദരങ്ങളെ ചുട്ടുകരിച്ച ബാബുഭായ് പട്ടേൽ ഒട്ടും കൂസലില്ലാതെ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. ആരാണ് ബാബുഭായ് പട്ടേൽ? അഥവാ വിവാദങ്ങൾക്ക് ശേഷം എമ്പുരാനിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുന്നതിലൊന്നാണ് ബാബു ബജ്രംഗി. സിനിമയിൽ അഭിമന്യു സിംഗ് അവതരിപ്പിച്ച ബൽരാജ് പട്ടേൽ എന്ന കഥാപാത്രം ഓർമ്മപ്പെടുത്തുന്നത് സംഘപരിവാർ സംഘടനയായ ബജറംഗിലെ ഗുജറാത്തിലെ നേതാവായ ബാബുഭായ് പട്ടേലിനെയാണ്. നരോദ പട്ടേൽ കൂട്ടക്കൊല ഗുജറാത്ത് കലാപത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ കൂട്ടക്കൊലയായിരുന്നു. 36 സ്ത്രീകൾ, 35 കുട്ടികൾ, 26 പുരുഷന്മാർ എന്നിങ്ങനെയായിരുന്നു അന്ന് അവിടെ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ. ഈ കൂട്ടക്കുരുതിക്ക് അന്ന് അവിടെ നേതൃത്വം വഹിച്ചയാളാണ് ബാബുഭായ് പട്ടേൽ. ഇപ്പോൾ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഇയാൾ പരോളിലാണ്. പരോൾ സമയത്ത് തെഹൽക്ക നടത്തിയ സ്ട്രിംഗ് ഓപ്പറേഷനിൽ ബാബു ബജ്രംഗി കൂട്ടക്കൊലയിലെ തന്റെ പങ്കിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഞങ്ങൾ ഒരു മുസ്ലിം കട പോലും ഒഴിവാക്കിയില്ല, എല്ലാം കത്തിച്ചു. അവരെ കത്തിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി. കാരണം അവർ ദഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, അവർ അതിനെ ഭയപ്പെട്ടു. എനിക്ക് ഒരു അവസാനാഗ്രഹമേ ഉള്ളൂ, എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കട്ടെ. എന്നെ തൂക്കിലേറ്റിയാലും എനിക്ക് പ്രശ്നമില്ല. എന്നെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് 2 ദിവസം എനിക്ക് തരണം. ഞാൻ ജുഹാബുരിയിലേക്ക് പോകാം. അവിടെ 7-8 ലക്ഷം ആളുകൾ താമസിക്കുന്നു. ഞാൻ ആ മുസ്ലിങ്ങളെ കൊല്ലാം. അവരിൽ കുറച്ചുപേർ മരിക്കട്ടെ. കുറഞ്ഞത് 25,000 മുതൽ 50,000 ആളുകൾ വരെ മരിക്കണം എന്നയാൾ ആ അഭിമുഖത്തിൽ ആക്രോശിച്ചു. അവരെ കൊല്ലുന്നത് ആസ്വദിച്ചിരുന്നുവെന്നും സുഖമായി വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയെന്നും ഒട്ടും ഭാവഭേദമില്ലാതെ പറഞ്ഞ ബാബു ബജ്രംഗിയെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് BJPക്ക് ക്ഷീണം തന്നെയാണ്. ആളുകൾ വീണ്ടും ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങും. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള പങ്കിനെ കുറിച്ചും വീണ്ടും ചർച്ചകൾ സജീവമാകും. അതിനെ ചിലർ ഭയക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ അവർക്ക് ക്ഷീണമാണ്. ഇതേ ബാബു ബജ്രംഗി തന്നെ വെളിപ്പെടുത്തിയ മറ്റൊന്നുകൂടിയുണ്ട്. അറസ്റ്റിന് ശേഷം നരേന്ദ്രഭായിൽ നിന്ന് സന്ദേശം ലഭിച്ചു. ജയിലിൽ നിന്ന് ഇറങ്ങാൻ ഏർപ്പാട് ചെയ്യാം. അദ്ദേഹം ജഡ്ജിക്ക് അറിയിപ്പ് കൊടുത്തു. ജഡ്ജി ഫയൽ തുറന്നുപോലും നോക്കാതെ ഞങ്ങൾക്ക് ജാമ്യം നൽകി. ഇതിൽ അയാൾ പറഞ്ഞ നരേന്ദ്രഭായി നരേന്ദ്രമോദിയാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഈ സമയത്ത് നരേന്ദ്രമോദിക്ക് അമേരിക്ക വിസ റദ്ദാക്കിയിരുന്നു. അത്രയേറെ സംശയത്തിന്റെ നിഴലിലായിരുന്നു നരേന്ദ്രമോദി. ഇക്കാര്യങ്ങളൊക്കെ ഓർത്താൽ ആർക്കാണ് ക്ഷീണം? അവർ തന്നെയാണ് എമ്പുരാന് നേരെ കുരയ്ക്കുന്നത്. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ വീണ്ടും പൊടിതട്ടിയെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എമ്പുരാനിൽ മുരളി ഗോപി ഒന്നും വെറുതെ പറഞ്ഞു വെക്കുന്നതല്ല, പലതും വലിയ ഓർമ്മപ്പെടുത്തലുകളാണ്.